ഇന്നത്തെ നമ്മുടെ യാത്ര നെയ്യാറ്റിൻകര മുതൽ തക്കല വരെ ഒരേ റൂട്ടിലുള്ള 6 ക്ഷേത്രങ്ങളിലേക്കാണ്. ആദ്യമായി നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലേക്കാണ്. ക്ഷേത്ര കവാടത്തിന് പുറത്ത് റോഡരികിലായി ഒരു ശിവക്ഷേത്രവും ഗണപതി ക്ഷേത്രവും ഉണ്ട്. ഇവിടത്തെ അമ്മച്ചിപ്ലാവ് നിന്ന സ്ഥലവും ഗോശാലയും എല്ലാം കണ്ട് കണ്ണനെ വണങ്ങി ഞങ്ങൾ രണ്ടാമത്തെ ക്ഷേത്രമായ കൊല്ലങ്കോട്ടേക്ക് തിരിക്കുകയാണ്. കൊല്ലങ്കോട് തൂക്കം വളരെ പ്രസിദ്ധമാണ്. ഇവിടെ 2 മുടിപ്പുരകളാണ് ഉള്ളത്. നിത്യപൂജ നടക്കുന്ന ക്ഷേത്രം വട്ടവിളയിലാണുള്ളത്. നമ്മൾ അവിടെയാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. മൂലക്ഷേത്രത്തിൽ ഉത്സവ സമയങ്ങളിൽ മാത്രമേ പൂജ നടക്കാറുള്ളൂ. മൂന്നാമതായി ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് പാർത്ഥിവപുരം പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്കാണ്. 1000 വർഷത്തിലധികം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണിത്. ഇവിടുത്തെ ഉത്സവം നടക്കുന്നത് ഓണത്തിനാണ്. അത്തം മുതൽ തിരുവോണം വരെയുള്ള 10 ദിവസവും ഇവിടെ ഉത്സവമാണ്. ഉത്സവം കഴിഞ്ഞാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. നല്ല ഭംഗിയുള്ള ഒരു ക്ഷേത്രമാണ്. വളരെ വൃത്തിയായും സൂക്ഷിച്ചിട്ടുണ്ട്. പണ്ടിവിടെ ഒരു പഠന കേന്ദ്രം ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഈ ക്ഷേത്രത്തിൽ നിന്ന് 2 കിലോമീറ്റർ അകലെയായാണ് ശിവാലയ ദർശനത്തിലെ ആദ്യ ക്ഷേത്രമായ തിരുമല മഹാദേവ ക്ഷേത്രം. ഇനി നമുക്ക് അടുത്ത ക്ഷേത്രമായ മണ്ടയ്ക്കാട്ടേക്ക് പോകാം. ബീച്ച് റോഡിൽ കൂടിയാണ് നമ്മൾ മണ്ടയ്ക്കാട്ടേക്ക് പോകുന്നത്. ഇവിടുത്തെ മനോഹരമായ കാഴ്ചകളും കണ്ട് ഒരു കാപ്പി കുടിയും കഴിഞ്ഞ് നമുക്ക് നേരെ 4ാമത്തെ ക്ഷേത്രമായ മണ്ടയ്ക്കാട്ടേക്ക് തിരിക്കാം. മണ്ടയ്ക്കാട് ക്ഷേത്രത്തിലെത്തുന്നവർ ഇവിടുത്തെ അയ്യപ്പനെ കാണാതെ പോകാറില്ല. ഞങ്ങളും അയ്യപ്പനെ വണങ്ങിയ ശേഷം മണ്ടയ്ക്കാടമ്മയുടെ അടുത്തേക്ക് പോകുകയാണ്. അമ്മയെ കാണാൻ വരുന്നവർ ആദ്യം കടലിൽ പോയി കാൽ നനച്ചിട്ട് വേണം അമ്മയെ തൊഴാൻ എന്നാണ് വിശ്വാസം. നമ്മുടെ പാപങ്ങളെല്ലാം കഴുകിക്കളഞ്ഞ് അമ്മയെ കാണണം എന്നാണ് ഇതിനു പിന്നിലുള്ള ഐതിഹ്യം. കഴിഞ്ഞ പൊങ്കാല സമയത്താണ് ഞങ്ങൾ ഇവിടെ വന്നിരുന്നത്. അപ്പോൾ ക്ഷേത്രത്തിൽ പണികൾ നടക്കുകയായിരുന്നു. ഇപ്പോൾ പണികളെല്ലാം പൂർത്തിയായി ക്ഷേത്രം വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഉച്ച സമയമായി. ഇനി നമുക്ക് അടുത്ത ക്ഷേത്രത്തിലേക്ക് പോകുന്നത് വരെ ഒന്ന് പാലസ് കണ്ടുവരാമല്ലേ. ഇതാണ് മണിച്ചിത്രത്താഴ് ഷൂട്ടിംഗ് ലൊക്കേഷൻ. പത്മനാഭപുരം പാലസിന് അടുത്തായാണ് ഈ സ്ഥലം. വലിയ തിരക്കൊന്നുമില്ലാത്ത സുന്ദരമായ സ്ഥലം. ഇവിടെ ഇരുന്ന് ഉച്ചയൂണൊക്കെ കഴിച്ച് നേരെ പാലസിലേക്ക് പോകാം. ഈ കുളത്തിനടുത്ത് നിന്നും ഏകദേശം 1/2 കിലോമീറ്റർ അകലെയായാണ് കൽക്കുളം മഹാദേവ ക്ഷേത്രം. പാലസിലെ കാഴ്ചകളെല്ലാം കണ്ട് ഇനി മടക്കയാത്രയിലെ ബാക്കി ക്ഷേത്രങ്ങളിലേക്ക് നമുക്ക് പോകാം. നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് കേരളപുരത്തുള്ള അതിശയ വിനായക ക്ഷേത്രത്തിലേക്കാണ്. വിനായകരെക്കുറിച്ച് ഞാനൊരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. പാലസിൽ നിന്നും ഏകദേശം 2.5 കിലോമീറ്റർ അകലെയായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം 5 കിലോമീറ്റർ അകലെയായി കുമാരകോവിലുമുണ്ട്. ഇവിടെ നിന്നും ഇനി നമ്മൾ ഈ യാത്രയിലെ 6ാമത്തെ ക്ഷേത്രമായ തിരുവട്ടാറിലേക്കാണ് പോകുന്നത്. തിരുവട്ടാറിലെ ആദികേശവ പെരുമാളെ കാണാൻ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പോലെ തന്നെ അനന്തശയനം പ്രതിഷ്ഠയാണ് ഇവിടെ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ തന്നെക്കാൾ വലിപ്പം കൂടിയ പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ദർശനം കിഴക്കോട്ടും തിരുവട്ടാറിലേത് പടിഞ്ഞാറോട്ടുമാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തുകാർ ഇവരെ ജ്യേഷ്ഠാനുജന്മാർ സങ്കല്പത്തിലാണ് കാണുന്നത്. ഇവിടെ നിന്നും തിരിച്ചു പോകുന്ന വഴിക്കാണ് തൃപ്പരപ്പ് ക്ഷേത്രവും വാട്ടർഫാൾസും. അത് മറ്റൊരു യാത്രയിലാവാം.